ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നമ്മുടെ റിയോപ്റ്റിക്സിലെ തന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ രണ്ടായിട്ടാണ് തരംതിരിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ രണ്ട് കേസസിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡെറിവേഷൻ പോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാണ് നമ്മുടെ ഇമേജ് അറ്റ് എ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജ് അറ്റ് എ നിയർ പോയിൻ്റ് എന്ന് പറയുന്നു. അടുത്തതാണ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. രണ്ട് കേസുകളാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, ആവശ്യമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് രണ്ടായി സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കൺസെപ്റ്റ് നമ്മളിവിടെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് നമ്മുടെ നിയർ പോയിൻറ്റിൻ്റെ കേസ്, പിന്നെ അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ഇമേജ് അറ്റ് ആൻ ഇൻഫിനിറ്റിയുടെ കേസ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ ആദ്യം തന്നെ തുടങ്ങാൻ പോകാം കേട്ടോ. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് നിയർ പോയിൻറ്റിൻ്റെ കേസിലാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നിയർ പോയിൻറ്റിൻ്റെ കേസിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് നോക്കുന്നു. ഓക്കെ, ഈ ഒരു ഡയഗ്രാം കണ്ടോ, ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഡയഗ്രാമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മെയിനായിട്ട് നമ്മുടെ എക്സാം ഷീറ്റിൽ നമ്മൾ വരയ്ക്കേണ്ടത്. കാരണം ഈ ഒരു ഡയഗ്രാമാണ് നമുക്ക് മാർക്ക് സ്കോറിംഗ് ആയിട്ട് നമ്മളെ സഹായിക്കുക. ഓക്കെ, ഒരു മാർക്ക് സ്കോററാണ് ഈ ഒരു ഡയഗ്രാം. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ, നിയർ പോയിൻ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇൻഫിനിറ്റി ആയിക്കോട്ടെ, രണ്ടിലും ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ച് വയ്ക്കാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒക്കെ നമ്മൾ ഹെഡിങ് കൊടുത്ത് കേസ് 1 നമ്മൾ എന്ത് ചെയ്തു, ഇമേജ് അറ്റ് നിയർ പോയിൻ്റ് ഇങ്ങനെയാണ് നമ്മൾ എഴുതി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഡയഗ്രാം നമ്മളങ്ങോട്ട് വരച്ചു വെച്ചു. ഓക്കെ, ഈ ഒരു ഡയഗ്രാം സൂം ചെയ്ത് കാണിക്കാം. ഏകദേശം ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഡയഗ്രാം കാണാൻ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഡയഗ്രാം കാണാൻ. ഓക്കെ, ഇത് ഇത് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോകുന്നു, ഒരു വിർച്വലായിട്ടുള്ളൊരു ഇങ്ങനെ ഒരു നമ്മൾ ഇവിടെ ഇങ്ങനെ പോകുന്നു. ഒബ്ജക്റ്റ് റേസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും നമ്മൾ ഈ റേസിനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലേക്ക് വരയ്ക്കുമ്പോൾ ഒരു ഇമേജ് നമുക്കിവിടെ ഫോം ചെയ്തായി കിട്ടും. ഇവിടെ ഡി എന്ന് പറയുന്നത് നിയർ ഡിസ്റ്റൻസ് ആണ്, നിയർ പോയിൻറ്റ് 25 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡയഗ്രാമിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡെറിവേഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഡെറിവേഷൻ എന്ന് പറയാനില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു ഡെറിവേഷൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ച ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തെടുക്കേണ്ടത്. ഓക്കെ, ആദ്യം പഠിച്ച നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് m=v/u എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാലോ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ v/1/u. ഓക്കെ, അപ്പോൾ v/1/u എന്ന് എനിക്ക് ഇമേജ് അറ്റ് എ നിയർ നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നമുക്ക് എഴുതാം അല്ലേ. ഇനി 1/f = 1/v - 1/u ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് നമുക്ക് 1/u എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/u ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/v - 1/f ആണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ 1/u ഇങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ -1/u ഇങ്ങോട്ട് പോകുമ്പോൾ +1/u ആയിട്ട് മാറി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ 1/f ഇങ്ങോട്ടേക്കും വരുന്നു. ഓക്കെ, അപ്പോൾ പ്ലസ് ആയിട്ടുള്ള 1/f എന്തായി, -1/f ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്തതായിട്ട്
നമുക്ക് വേണ്ടത് ഈ വി ഇൻറ്റു നമ്മൾ 1/u സ്ഥാനത്ത് നമ്മൾ 1/v - 1/f നമ്മൾ എടുത്തില്ലേ, അത് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/v - 1/f. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, v/v - v/f എന്ന് കൊടുത്തു. ഓക്കെ, റെഡി, കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു നമ്മുടെ ഡയഗ്രാം നോക്കിയില്ലേ, നമ്മൾ ആദ്യം ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ നിയർ പോയിൻറ്റിൽ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്, ഡിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസും ഡിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും നമ്മുടെ ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി അഥവാ നമ്മുടെ നിയർ പോയിൻ്റ് ആണ്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഡി നമുക്ക് പറയാൻ സാധിക്കും. ഡീനെ ഒന്നും കൂടി നന്നായിട്ട് എഴുതാം. വി ഈസ് ഈക്വൽ ടു ഡി. ഓക്കെ, നോ പ്രോബ്ലം. യെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ 1 - d/f നമ്മൾ കൊടുക്കുന്നു. കാരണം വി ഈസ് ഈക്വൽ ടു ഡി ആണ് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, m ഈസ് ഈക്വൽ ടു 1 - d/f. ഓക്കെ, ഇനി കുറേ കുട്ടികൾ ചെയ്യാവുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു, m ഈസ് ഈക്വൽ ടു 1 - d/f. നമ്മൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ എന്ത് ചെയ്തു, യെസ്, നമ്മൾ ഈ ഒരു മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ നിയർ പോയിൻ്റുള്ള കേസിലും നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കും. ശരിക്കും ഇവിടെ ഉള്ളൊരു ട്രിക്ക് എന്താ വെച്ചാൽ, നമ്മൾ കാർട്ടീഷ്യൻ സൈൻ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? യെസ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും മൈനസ് അല്ലേ നമ്മൾ എടുക്കുക? അതെ. ഇവിടെ നമ്മുടെ ഡി എന്ന് പറയുന്ന ആൾ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഈ ഒരു നമ്മുടെ ഇതിൽ ഫിഗറിൽ ഈ ഒരു ഡയഗ്രാമിൽ നിങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. റൈറ്റിലേക്കല്ല, ലെഫ്റ്റിലേക്കാണ് ഡി. ഡി ഈസ് ഓൺ ലെഫ്റ്റ്. ലെഫ്റ്റിലാണെങ്കിൽ എപ്പോഴും അത് എന്തായിരിക്കും, മൈനസ് ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വിനെ വെറും ഡി ആയിട്ട് എടുക്കാൻ സാധിക്കുമോ? ഇല്ല. എന്ത് ഡി ആയിട്ട് എടുക്കണം? -d ആയിട്ട് എടുക്കണം. ഓക്കെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഡെറിവേഷൻ ഇതാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, വെറും ഡി ആയിട്ട് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസിനെ എടുക്കരുത്. കാരണം അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, നമുക്ക് -d ആയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇയാളെ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റായി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു -d കൂടി വന്നു അല്ലേ. അപ്പോൾ m ഈസ് ഈക്വൽ ടു നമുക്ക് ടോട്ടലായി കിട്ടുന്നത് എന്താണ്, 1 - പ്ലസ് 1 + d/f എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മുടെ മാഗ്നിഫിക്കേഷൻ. ഏതിൻ്റെ കേസിൽ? നമ്മുടെ സ്വന്തം നിയർ പോയിൻറ്റിൻ്റെ കേസിൽ. ഓക്കെ, റെഡി? യെസ്. ഞാൻ ഒരു കാര്യം ചെയ്യുക, ഇത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇതിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, യെസ്, ഒരു ബോക്സിലാക്കി ഞാൻ വയ്ക്കുന്നു. ഓക്കെ, ഓക്കെ, വൃത്തിയാക്കി വയ്ക്കാം. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ഇത്രയും വേണം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ നിയർ പോയിൻ്റ് കേസിൽ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇമേജ് അറ്റ് ഇൻഫിനിറ്റിയിലേക്ക് കിടക്കാം. ഓക്കെ, ഇൻഫിനിറ്റിയുടെ കേസിൽ നമുക്ക് ഞാൻ പറഞ്ഞു ചെറിയ സിമിലാരിറ്റി ഉണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡെറിവേഷൻ ചെയ്യണം. ഡയഗ്രാം അതേപോലെ ഇരിക്കും, പക്ഷേ ഇത്തിരി ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഒരേ ലെൻസാണ്, പക്ഷേ ഇമേജ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമുക്ക് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല. ഇമേജ് ഇൻഫിനിറ്റിയിലല്ലേ, ഇൻഫിനിറ്റിയിലേക്ക് അത് അനന്തത, ഇൻഫിനിറ്റിയിലേക്ക് അത് പൊക്കോണ്ടേ ഇരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഡയഗ്രാം ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരൊറ്റ ആളുണ്ട് ഈ ഒരു കേസിൽ. അതാണ് നമ്മുടെ θi എന്ന് പറയുന്നത്. θi അതെന്താ സംഭവം നമുക്ക് നോക്കാം. θi ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, യെസ്, ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. വേറെ നമുക്ക് അത്യാവശ്യം
മാർക്ക് ചെയ്ത് വയ്ക്കാനില്ല. പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഒരു ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതും കൂടി മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതിനെ HO നമ്മൾ വിളിച്ചു, HO. ഓക്കെ, റെഡി. ഇനി ഓക്കെ, ഇത് സൂം ചെയ്തു, ഇതിങ്ങനെ വെച്ചു. ഓക്കെ, റെഡി, കുഴപ്പമില്ലല്ലോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ആദ്യം തന്നെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നോക്കാം. M=V/U അല്ലേ? ശരിക്കും ഈ ഒരു കേസിൽ, ഇമേജ് അറ്റ് ആൻ ഇൻഫിനിറ്റി എന്നുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ്, ആംഗിളൊക്കെ വെച്ചിട്ടാണ്, തീറ്റയൊക്കെ വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. അതാണ് M=θi/θo എന്ന് പറയുന്നു. ഓക്കെ, θi/θ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മാഗ്നിഫിക്കേഷൻ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നോക്കുക. ഇതിൽ θi/θo അല്ലേ? ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കാണാൻ സാധിക്കില്ലേ? ഇതിൽ കാണാൻ സാധിക്കില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിളാണ് ആര്, θi എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു ആൾട്ടിറ്റ്യൂഡ് ആണ് ആര്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ് ആര്, നമ്മുടെ HO എന്ന് പറയുന്നു. ഈ ഭാഗം ആരാണ്, F. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഓക്കെ, ശരി. ഇനി θi നമ്മളെങ്ങനെ θi കണ്ടുപിടിക്കും? നമ്മൾ tan θi എടുത്തു, tan θi അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു θi ആണെന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു ലെൻസിൻ്റെയൊക്കെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പ്രിസം ഡെറിവേഷൻ ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്നെൽസ് ലോയത്തേക്ക് sin(i/sin r) ഐയും ആറൊക്കെ ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ sin θ എന്ന് പറയുന്നത് വെറും തീറ്റയായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ആംഗിൾ അപ്രോക്സിമേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അപ്രോക്സിമേഷനും ഈ θiയുടെ കേസിൽ നമ്മളിവിടെ ചെയ്യുകയാണ്. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ tan θi അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു θi എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, റെഡി, യെസ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്കിനി നോക്കാം. θi അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു tan θi അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു θi. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു tan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? യെസ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഇവിടെ HO ആണ്. അപ്പോൾ HO ബൈ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ F ആണ്. ഓക്കെ, അപ്പോൾ θയുടെ സ്ഥാനത്ത് നമുക്ക് HO ബൈ ഇതന്നെ ഇങ്ങോട്ട് ഞാൻ കോപ്പി അടിച്ച് എഴുതാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു? യെസ്, നമ്മുടെ ഈ ഒരു സംഭവം എടുത്തു, ഇവനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു, കോപ്പി അടിച്ചതാ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, HO ബൈ F ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി θo നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? θo നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മറ്റൊരു ഫിഗറും കൂടി അത്യാവശ്യമാണ്. അതെന്താ വെച്ചാൽ നമ്മൾ കാണുന്ന, അതായത് നമ്മുടെ ഐസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു ഇതും കൂടി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ ഡീൻ്റെ കേസും കൂടി എടുത്തു, ഫോക്കൽ ലെങ്ത് നമ്മൾ D ആയിട്ട് എടുത്തു. ഓക്കെ, D ആയിട്ട് എടുത്തു, അതായത് ഈ ഒരു ഭാഗം നമ്മൾ D ആയിട്ട് എടുത്തു. ഏത്? നമ്മുടെ ഈ ഒരു ഭാഗം F. ഓക്കെ, F ഈ ഒരു ഭാഗം നമ്മൾ D ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ കിട്ടില്ല ഇതുപോലെ. അതിൽ θo നമുക്ക് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ പറയുന്നത്. θi പറഞ്ഞാൽ ഇമേജിൻ്റെ ആംഗിള്, ഒബ്ജക്റ്റിൻ്റെ ആംഗിൾ പറഞ്ഞാൽ അവിടെ ഇതാണ് അവരൊരു ഫോക്കസിന് വരെ നമുക്ക് കിട്ടാൻ പോകുന്ന നിയർ പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ,
ഒരു ട്രയാങ്കിൾ ഇതങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഒന്നും കൂടി വൃത്തിയായി വരയ്ക്കാം. ഇതാണ് ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഇതേ കേസ് എടുത്തു. ഇവിടെ OB തന്നെയാണ്, സോറി ഇത് മാറ്റാം. സോറി. ഓക്കെ 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 ഇവിടെ OB ആണ്, ഇവിടെ θO ആണ്, ഇവിടെ D ആണ്, ഇവിടെ HO ആണ്. ഓക്കെ, OB നമ്മൾ എടുക്കണില്ല, ഈ ഒരു ഇത് മാത്രം നമ്മൾ എടുക്കുക. ഓക്കെ, ഇത് മാത്രം നമുക്ക് എടുക്കുക. റെഡി. ഇനി ഇവനെ ഞാൻ എന്ത് ചെയ്തു, tan θO നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ tan θO അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു θO, ദാറ്റ് ഈസ് HO ബൈ എന്ത് വരും, അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ D വരും. ഓക്കെ, അടുത്തത്. ഓക്കെ, നോ പ്രോബ്ലം. യെസ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവനെ എന്ത് ചെയ്തു, കട്ട് ചെയ്തു, താഴത്തേക്ക് ഞാൻ വെച്ചു. ഈ ഒരു സൈഡിലേക്ക് ഞാൻ വെച്ചു. അപ്പോൾ എങ്ങനെ നമുക്ക് വെക്കാം, സോറി. ഓക്കെ, ഇതിനെ ഞാൻ കട്ട് ചെയ്തു, ഇവിടെ വെക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടി. ഓക്കെ, ഓക്കെ സോറി, ലേറ്റ് ആവുന്നുണ്ട് നമ്മൾ. ഓക്കെ ഓക്കെ ഇതിനെ നമുക്ക് ഇപ്പോൾ tan θi പറഞ്ഞാൽ HO/F നമുക്ക് കിട്ടി, tan θO എന്ന് പറഞ്ഞാൽ HO/D എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ടും കൂടി റേഷ്യോ, അതായത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് HOയും ക്യാൻസലായി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/F/1/D എന്നാണ്. റെഡി. ഇനി ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കിട്ടും 1/F ഇൻറ്റു D എന്ന് കിട്ടും. അത് പറഞ്ഞാൽ D/F. ഓക്കെ, അപ്പോൾ M ഇസ് ഈക്വൽ ടു സോറി ഒരു ലാഗ് ഉണ്ട്. സോറി, ഒരു മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തുറക്കാം. ഓക്കെ, എക്സ്ട്രീംലി സോറി, നമുക്കൊരു ചെറിയൊരു ഡിലേ. കണ്ടോ, നോട്ട് ആപ്പ് ക്ലോസ് ചെയ്യാനാണ് പറയുന്നത്. സോറി, നമുക്ക് ഒന്നും കൂടി തുടങ്ങാം. എക്സ്ട്രീംലി സോറി ഫോർ ദ ഡിലേ. ഇന്ന് ചെറിയൊരു ചെറിയൊരു ലാഗ് ഉണ്ട് നമ്മുടെ ലാപ്ടോപ്പിന്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നമുക്ക് ഒന്നും കൂടി തുടങ്ങാം. ഓക്കെ, D/F നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയും. റെഡി? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ രണ്ട് കേസുകളെന്ന് പറയുന്നത്. ഒന്നാണ് ഇമേജ് അറ്റ് ആൻ ഇൻഫിനിറ്റി, പിന്നെ ഒന്നാണ് ഇമേജ് അറ്റ് എ നിയർ പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ മനോഹരമായിട്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഇത് പഠിച്ചു വയ്ക്കുക, ഇത് നമ്മുടെ ഈ ഡയഗ്രാം പഠിച്ചു വയ്ക്കുക, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡെറിവേഷൻ രണ്ട് കേസിലും നമ്മൾ പഠിച്ചു വെച്ചാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ കൺസെപ്റ്റുകൾ പഠിക്കാൻ പറ്റുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ഈ ഒരു ചാനൽ ഇനാക്റ്റീവ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ആക്റ്റീവാക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വളരെയധികം ആവശ്യമാണ്. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നതോ അതോ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, 12th, 11th, 10th ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ NCERTയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി പുതിയതായിട്ടും NCERT വീഡിയോസ് വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നോട്ട്സ്, നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നമ്മൾ കോപ്പി ചെയ്ത് സെർച്ച് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം വേഗം തന്നെ. അതുവരെയും താങ്ക് യു.